സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നാടോടി നൃത്തത്തിൽ മികച്ച വിജയം നേടി ഇടുക്കി മലയോരത്തിന് അഭിമാനമായി മാറിയിരിക്കുകയാണ് കുരുവിള സിറ്റി സ്വദേശിനിയായ ചെമ്മണ്ണാർ സെന്റ് സേവിയേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനി ദിയ ബിജു. നൃത്തത്തിനൊപ്പം ആയോധന കലയിലും ശ്രദ്ധേയയാണ് ദിയ. നൃത്തമാടി ചെറുപ്പം മുതൽ നൃത്തത്തോടുള്ള താല്പര്യം കണ്ടറിഞ്ഞ ദിയയുടെ മാതാപിതാക്കളായ ബിജു ജോണും ബിസ്മി ബിജുവും 3ാം ക്ലാസ് മുതൽ ദിയയെ നൃത്തപരിശീലനത്തിനയച്ചു. വലിയ പരിശ്രമത്തിനൊടുവിൽ ആദ്യമായാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലേക്ക് എത്തുന്നത്. വ്യത്യസ്തവും ആകർഷകവുമായ ദേവദാസികളുടെ കഥ പറയുന്ന നാടോടി നൃത്തമായിരുന്നു ദിയ വേദിയിൽ അവതരിപ്പിച്ചത്. കാഴ്ചക്കാരുടെ ഹൃദയങ്ങളിൽ ആഴ്ന്നിറങ്ങുന്ന ഭാവാഭിനയവും ചടുല താളവും കൊണ്ട് സംസ്ഥാന കലോത്സവത്തിലെ ഹയർ സെക്കൻഡറി വിഭാഗം നാടോടി നൃത്തത്തിൽ ദിയ ഫസ്റ്റ് എ ഗ്രേഡ് സ്വന്തമാക്കി. അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും സുഹൃത്തുക്കളുടെയും പിന്തുണയാണ് സംസ്ഥാന കലോത്സവത്തിലെത്താൻ പ്രചോദനമായതെന്ന് ദിയ പറയുന്നു. വളരെ സന്തോഷമുണ്ട്. കുറെ ആഗ്രഹിച്ച് നേടിയൊരു കാര്യമാണിത്. പരിശീലനം ഞാൻ കലാർപ്പണ നൃത്ത വിദ്യാലയത്തിലാണ് പഠിക്കുന്നത്. 2ാം ക്ലാസ് തൊട്ട് ഞാൻ നൃത്തം പഠിക്കുന്നുണ്ട്. ഐറ്റം പഠിക്കാൻ വേണ്ടി ഞാൻ കട്ടപ്പന കുമാർ മാഷിൻ്റെ അടുത്താണ് പഠിക്കുന്നത്. എൻ്റെ കൂടെ സോന ചേച്ചിയാണ് എപ്പോഴും കൂട്ടിന് വന്നുകൊണ്ടിരിക്കുന്നതും പഠിപ്പിച്ചതെല്ലാം. കുമാർ മാഷാണ് എന്നെ ഐറ്റം എല്ലാം പഠിപ്പിച്ചതൊക്കെ. ഇന്ന് ഞാൻ ശനി ഞായറൊക്കെ പോയി അവിടെ കിടന്നൊക്കെയാണ് പ്രാക്ടീസ് ചെയ്തത്. സംസ്ഥാന കലോത്സവം വേറിട്ട അനുഭവമെന്നും കഴിവുകളുടെ കലാപ്രകടനം കാണണമെങ്കിൽ സംസ്ഥാന കലോത്സവത്തിൽ എത്തണമെന്നും ദിയ പറഞ്ഞു. കുറേ വ്യത്യാസമുണ്ട്. കാരണം ജില്ലയിൽ അത്രയും നാൾ നമ്മൾ നിന്നോടത്തേ അല്ല സ്റ്റേറ്റ്. ഞാൻ ആദ്യമായിട്ട് സ്റ്റേറ്റ് കാണുന്നത്. ഓരോ കുട്ടികളും ഭയങ്കര മികച്ചതായിട്ടാണ് പെർഫോം ചെയ്യുന്നത്. അപ്പം നമ്മൾ ജില്ല വരെ ഇട്ട എഫോർട്ടല്ല ഇടേണ്ടതെന്ന് എനിക്ക് അന്ന് അവിടെ ചെന്നപ്പോൾ മനസ്സിലായി. അപ്പം ഞാൻ അതുവരെ ഇട്ട എഫോർട്ടിന് ഇരട്ടിയിട്ടാണ് ഞാൻ കളിച്ചത്. അങ്ങനെയാണ് എ ഗ്രേഡ് കിട്ടുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. അതിൻ്റെ കഥ മെയിനായിട്ട് ഞാൻ 5 മിനിറ്റ് ഉള്ളൂ എന്നുള്ള രീതിയിലാണ് പോയത്. പക്ഷെ 5 മിനിറ്റ് നമ്മൾ 10 മിനിറ്റ് കളിക്കുന്ന അത്രയും കളിച്ചാലാണ് 5 മിനിറ്റ് എത്തുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ അതിൻ്റെ കഥയൊക്കെ ചെയ്ത് നമ്മുടെ ആ ഒരു സാഹചര്യത്തോട് പൊരുത്തപ്പെട്ട് ഇങ്ങനെ ചെയ്യാൻ ഭയങ്കര രസമാണ്. ഇതുവരെ ഓക്കെ ആയിട്ട് പോയിരുന്നു. +1 വന്നപ്പോൾ കഥയെല്ലാം മാറിപ്പോയി. ഭയങ്കര ഒരു ടഫായിട്ട് വന്നു. പിന്നെ മാനേജ് ചെയ്യാൻ ഞാൻ നോക്കുന്നുണ്ട്. നൃത്ത അധ്യാപകരായ ഡോക്ടർ കുമാർ, സോനാപി ഷാജി എന്നിവരുടെ കീഴിലാണ് ദിയ പരിശീലനം നേടുന്നത്. നൃത്ത പരിശീലനത്തിനൊപ്പം തന്നെ ദിയ ആയോധന കലയിലും കഴിഞ്ഞ 10 വർഷമായി പരിശീലനം നടത്തുന്നുണ്ട്. സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്ത് നാടിന് അഭിമാനമായി മാറുകയും നൃത്തം ഹൃദയത്തോട് ചേർത്ത് വെക്കുകയും ചെയ്യുമ്പോൾ ദിയ ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ നൃത്തം മാത്രമല്ല ആയോധന കലയും വളർന്നുവരുന്ന പെൺതലമുറകൾക്ക് പകർന്നു കൊടുക്കേണ്ടതുണ്ടെന്ന്. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.